ദൈവ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. രക്ഷാകര പദ്ധതിയിൽ രക്ഷകന്റെ അമ്മയ്ക്ക് കൃത്യമായ സ്ഥാനമാണുള്ളത്. കാരണം കാലത്തിന്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. പ്രകൃതിക്ക് അത്ഭുതമായി നീ നിന്റെ സൃഷ്ടാവിനെ ജനിപ്പിച്ചു. മാതൃത്വം ശ്രേഷ്ഠമെങ്കിൽ ദൈവമാതൃത്വം അതിശ്രേഷ്ഠവും അത്യുന്നതവുമാണ്. പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലുണ്ടായ സകല സങ്കടങ്ങളെയും കുരിശുകളെയും ദൈവികമായി സ്വീകരിച്ചവളാണ്. രക്ഷാകര പദ്ധതിയെ നമുക്ക് 2 വാക്കുകളിൽ ഉപസംഹരിക്കാം: ഫിയത്ത് മുതൽ ഫിയാത്ത വരെ. ഫിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം അത് നിറവേറട്ടെ എന്നാണ്. ഈ വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ രക്ഷാകര ദൗത്യത്തിലേക്ക് കാലെടുത്തു വെച്ചത്. രക്ഷാകര പദ്ധതിയിൽ മറിയം സഹകരിച്ച 3 പ്രധാനപ്പെട്ട അവസരങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് മംഗളവാർത്ത അറിയിച്ചതും തുടർന്നുള്ള മറിയത്തിന്റെ സമ്മതവും. രണ്ടാമത്തേത്, 40-ാം ദിവസം ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ദീർഘദർശിയായ ശിമയോൻ അവിടുന്ന് പ്രവചിക്കുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 33 വർഷത്തെ നീണ്ട നിരന്തരമായ വേദന ആ അമ്മ സഹിച്ചു. ഈ കുഞ്ഞ് സകല ജനത്തിനും വേണ്ടി ബലിയാകാനുള്ള കുഞ്ഞാണെന്നുള്ള തിരിച്ചറിവ് അന്നമ്മയ്ക്കുണ്ടായി. അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മൂന്നാമത്തേത്, കുരിശൻ ചുവട്ടിലെ അമ്മയെ പറ്റിയാണ്. ഇതിനേക്കാൾ വലിയൊരു ദുഃഖം ഈ ലോക ചരിത്രത്തിൽ ഒരമ്മയ്ക്കും ഉണ്ടായിട്ടില്ല. തന്റെ ഏകമകൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പ്രാണവേദനയോടെ അല്പവസ്ത്രധാരിയായി കുരിശിൽ കിടക്കുന്നു. വിശുദ്ധ ജെറോം പറയുന്നു, പുത്രൻ എത്രത്തോളം ശാരീരികമായി സഹിച്ചുവോ അത്ര തന്നെ ആ അമ്മയും ആത്മാവിലും മനസ്സിലും സഹിച്ചു എന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ലോകം മുഴുവന്റെയും അമ്മയായി നമുക്ക് നൽകിക്കൊണ്ട് ജീവൻ സമർപ്പിച്ചു. അവസാനമായി കുരിശിൽ നിന്നിറക്കി യേശുവിന്റെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുമ്പോൾ ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഇന്നുവരെയുള്ള ഓരോ സംഭവങ്ങളും അമ്മയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചേതനയേറ്റ തന്റെ മകന്റെ ശരീരം മാറോട് ചേർത്ത് ദയനീയമായി മകനെ നോക്കുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് പിയാത്ത. ഫിയത്ത് മുതൽ പിയാത്ത വരെ. അങ്ങനെ രക്ഷാകര കർമ്മം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.